എല്ലാവർക്കും നല്ല നമസ്കാരം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലയിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന വളരെ പ്രഗത്ഭരായ ആളുകൾ പഠിച്ചിറങ്ങി വിവിധ മേഖലകളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയേറെ ഈ നാടിനും ദേശത്തിനുമെല്ലാം ഏറ്റവും പ്രചോദനമായി നിലകൊള്ളുന്ന കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. എൻ്റെ ഈ പറയുന്നത് ഒരു ബാനറും പിടിച്ച് കുറച്ച് പേര് നിൽക്കണുണ്ട്, മരത്തൈയും പിടിച്ച്. ഇതൊരു സംഭവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിദ്യാലയത്തിലെ 93 ബാച്ചിലെ പഠിതാക്കളാണ് ഇവർ. 93 ബാച്ച് പഠനം കഴിഞ്ഞവർ ഇറങ്ങി, പക്ഷേ ഇപ്പോഴും ഒരു പഠിതാക്കളായിട്ട് തന്നെയാണ് സ്കൂളിൽ അവരുടെ ഇടപെടൽ. സാധാരണ രീതിയിലുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അല്ലത്. വെറുതെ ഒരു വാട്സപ്പിൽ കയറിയിട്ട് ഹായ് ഹീ പരിപാടികളൊക്കെ ഇവർ ഇടുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം ഇവർ ചെയ്യുന്ന വലിയ കാര്യങ്ങളാണ്. കൊറോണ കാലഘട്ടത്തിൽ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ഇടപെടലാണ്. ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ സഹായങ്ങളാണ് ഇവരുടെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് കൂട്ടായ്മയിലുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിന് വേണ്ടി ഇന്നിപ്പോൾ എന്താ സംഭവം എന്നറിയാം. ഇന്നിവിടെ ഈ കുറ്റിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളുമായി സഹകരിച്ചുകൊണ്ട് ഇവർ കുറച്ച് ചാലക്കുടി ഉപജില്ലയിൽ വലിയൊരു ചിത്രപ്രദർശന മത്സരം നടത്തി. ഒരു ചിത്രരചന മത്സരം, അതായത് ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ധാരാളം കുട്ടികൾ പങ്കെടുത്തു. അതിൻ്റെ ഒരു പ്രദർശനം. അതിനോടൊപ്പം തന്നെ ഈ കുറ്റിക്കാട് ദേശത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രകാരനായ ജോണി മിഖായേൽ എന്ന് പറയുന്നൊരു ചിത്രകാരൻ, അദ്ദേഹം നമ്മിൽ നിന്നും വേർപിരിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹസ്രാബ്ദ വനയാത്ര എന്ന് പറഞ്ഞ സംഭവം യുവജനക്ഷേമ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നടത്തിയൊരു സംഭവം. അതായത് ഈ കേരളത്തിലെ പല വനങ്ങളിലൂടെയും സഞ്ചരിച്ച് ഓരോ മരങ്ങളുടെയും വികാരങ്ങൾ ഒപ്പിയെടുത്തു. അതായത് മരത്തിനും പ്രണയമുണ്ട്, മരത്തിനും ദേഷ്യപ്പെടാം, മരത്തിനും കരയാം. അങ്ങനെ മരത്തിൻ്റെ ഓരോ വികാരങ്ങളെയും ഒപ്പിയെടുത്തുകൊണ്ട് അദ്ദേഹം വരച്ചിട്ടുള്ള അമൂല്യമായ ചിത്രങ്ങളുടെ പ്രദർശനം കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ് 93 ബാച്ച്. അപ്പോൾ ഇവർ നിസ്സാരക്കാരല്ല, ഇവർ കിടിലൻ ടീമുകളാണ്. എന്തായാലും ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇവർ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ കുട്ടികൾക്കതൊരു പുതുമ ജനിപ്പിക്കുന്ന സംഭവങ്ങളായി. കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ചിത്രകാരനും ശില്പിയുമായ അനശ്വര കലാകാരൻ ജോണി മിഖായേൽ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനമാണ് പരിസ്ഥിതി ദിനത്തിൽ ശ്രദ്ധേയമായത്. മരങ്ങൾക്ക് പ്രണയമുണ്ടെന്നും വിരഹവും സന്തോഷവുമുണ്ടെന്ന് ജോണി മിഖായേലിൻ്റെ ചിത്രങ്ങളിലൂടെ വരച്ചു വച്ചിരിക്കുന്നു. കുറ്റിക്കാട് സ്കൂളിലെ 1993 SSLC ബാച്ചാണ് പരിസ്ഥിതി ദിനം വ്യത്യസ്തമായി സംഘടിപ്പിച്ചത്. 3 പതിറ്റാണ്ട് മുൻപ് ജോണി മിഖായേലും ഒരു കൂട്ടം കലാകാരന്മാരും നടത്തിയ സഹസ്രാബ്ദ വനയാത്രയിലാണ് മരങ്ങൾ സംസാരിക്കുന്നു എന്ന ചിത്രരചന നടത്തിയത്. കൂടാതെ ഉപജില്ലാ തലത്തിൽ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പരിസ്ഥിതി ദിന ചിത്രരചന മത്സരത്തിൽ പങ്കെടുത്ത 100 കണക്കിന് കുട്ടികളുടെ ചിത്രങ്ങളുടെ പ്രദർശനവും പരിസ്ഥിതി ഫോട്ടോഗ്രാഫർ രതീഷ് കാർത്തികേയൻ്റെ ഫോട്ടോ പ്രദർശനവും പരിസ്ഥിതി ദിനത്തിന് കൂടുതൽ ശോഭയേകി. പരിസ്ഥിതി ദിനാചരണവും ചിത്രപ്രദർശനവും പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക പ്രൊഫസർ കുസുമൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ ലിജു പോൾ പറമ്പത്ത് അധ്യക്ഷനായി. 1993 SSLC ബാച്ച് പ്രതിനിധി VM ടെൻസൺ, അസിസ്റ്റന്റ് ഹെഡ് മിസ്ട്രസ് ലെൻസി ഷാബു, ഷാജു ഐനിക്കലത്ത്, PTA പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കല്ലേലി, ഉഷ TG, ആൻസി തോമസ് എന്നിവർ സംസാരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിൽ പഠിച്ചവരാണ് ഞങ്ങളെല്ലാവരും തന്നെ. ആ സ്കൂളിൽ അന്ന് ഞങ്ങൾ ഈ സ്കൂളിൽ വിട്ടുപോയിട്ട് പലരും വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുകയും ജോലി ചെയ്യുകയും പ്രവാസ ജീവിതം നയിക്കുകയും ചെയ്ത അവരെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് ഏകദേശം 9 ഡിവിഷനുകളിലായിട്ട് 250ഓളം പേര് ആ ബാച്ചിലുണ്ടായിരുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്. ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ
ഹായും ഗുഡ് മോർണിംഗ് മാത്രം കൊടുക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പല്ല. കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഈ ഞങ്ങളുടെ കൂട്ടായ്മയിൽപ്പെട്ട ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, കഷ്ടപ്പാടുള്ളവരെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടും മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നൊരു ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്ന് ഈ പരിസ്ഥിതി ദിനമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പഠിച്ച 40 വർഷം മുമ്പ് പഠിച്ച ജോണി മിഖായേൽ എന്ന് പറയുന്ന ഈ നാടിൻ്റെ കലാകാരനായിട്ടുള്ള, ശില്പിയായിട്ടുള്ള, സംവിധായകനായിട്ടുള്ള, മ്യൂസീഷ്യനായിട്ടുള്ള, പാവനാടകകാരനായിട്ടുള്ള ജോണി മിഖായേലിനെ ഓർത്തുകൊണ്ട് അദ്ദേഹം 30 വർഷം മുമ്പ് വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചുകൊണ്ട്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചിത്ര പ്രദർശനമാണ്. കാട്ടിലൂടെ നടന്നുകൊണ്ട് മരങ്ങൾക്ക് പ്രണയമുണ്ട്, വിരഹമുണ്ട്, വേദനയുണ്ട്, സന്തോഷമുണ്ട്, സന്താപമുണ്ട് എന്ന് വരച്ച് കാണിച്ച കലാകാരൻ്റെ ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചുകൊണ്ടാണ് 92-93 SSLC ബാച്ച് കുറ്റിക്കാട് ഈ ദിവസം ഇന്ന് പരിസ്ഥിതി ദിനമായിട്ട് ആചരിച്ചത്. കുറ്റിക്കാട് പ്രദേശത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു വിദ്യാലയമാണ് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇന്ന് ഈ ജൂൺ 5 പരിസ്ഥിതി ദിനാഘോഷം ഏറ്റവും മനോഹരമാക്കുവാൻ നമുക്ക് കഴിഞ്ഞു. 92-93 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകിയ വിവിധ പരിപാടികളോടെ സ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷം വളരെ മനോഹരമായിരുന്നു. 92-93 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഉപജില്ലാ തലത്തിൽ ചിത്രരചനാ മത്സരം നടത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസം. അതുപോലെ തന്നെ ഇന്ന് പൂർവ്വ വിദ്യാർത്ഥിയായ ജോണി മിഖായേലിൻ്റെ അനുസ്മരണാർത്ഥം ഒരു ചിത്ര പ്രദർശനവും ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നിരവധി ചിത്രങ്ങളും അതുപോലെ ഉപജില്ലയിൽ വിവിധ വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളും വിദ്യാലയത്തിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. വൃക്ഷത്തൈകളും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി 500ഓളം വൃക്ഷത്തൈകൾ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ നൽകുകയുണ്ടായി. അവരെയൊക്കെ ഈ അവസരത്തിൽ അവരുടെ വിദ്യാലയത്തിലുള്ള സ്നേഹത്തെയും ബഹുമാനത്തെയും ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു, പ്രത്യേകം നന്ദി അവർക്കർപ്പിക്കുന്നു. ഇനിയും ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെയൊക്കെ സഹകരണം നമ്മുടെ വിദ്യാലയത്തോടുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ്.